തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഈയിടെ ഒരു പുസ്തകം വായിച്ചു. ഒരു ദൈവദാസനെ കുറിച്ചാണ്. പേര് ജോർജ് മുള്ളർ. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നു, 50,000 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ജോർജ് മുള്ളറിന് ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിച്ചു. അസാധ്യമെന്ന് കരുതുന്ന 50,000 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ ഒരാളാണ് ജോർജ് മുള്ളർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടോ? മദർ തെരേസ പറയുകയാണ്, പ്രയർ ടു ബി ഫ്രൂട്ട്ഫുൾ ഷുഡ് കം ഫ്രം വൺസ് ഹാർട്ട് ആൻഡ് ടു ബി ഏബിൾ ടു ടച്ച് ദ ഹാർട്ട് ഓഫ് ഗോഡ്. പ്രാർത്ഥന ഫലപ്രദമാകുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരികയും ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുകയും ചെയ്യുമ്പോഴാണ്. പലപ്പോഴും നിർജീവമായ അർത്ഥശൂന്യമായ ഒരാചാരമായും ചടങ്ങായും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ മാറിത്തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയോ ശീലങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച ദേവാലയത്തിൽ പോവുക, വൈകുന്നേരങ്ങളിൽ ഒരു കടത്തുപോലൊരു കുടുംബ പ്രാർത്ഥന നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഏതൊക്കെയോ അപകടകരമായ ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മീയതയും വഴിമാറുകയാണോ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയെക്കുറിച്ച് പറഞ്ഞു, റോസറി വിത്തൗട്ട് മെഡിറ്റേഷൻ ഈസ് എ ബോഡി വിത്തൗട്ട് സോൾ. 50,000 വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ജോർജ് മുള്ളർ ഒരുപാട് സമയം മുട്ടുകുത്തി നിന്നിട്ടുണ്ട്. തീർച്ചയായും യേശുവിനെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്കുകളിലൊന്ന് മർക്കോസ് 1:35. അവൻ അതിരാവിലെ ഉണർന്ന് ദൈവസന്നിധിയിൽ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കായി ഒരിടം കണ്ടെത്തേണ്ടതുണ്ട്. കുറച്ചുകൂടെ സമയം നമ്മൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ദൈവത്തോട് നമ്മൾ ചേർന്നിരുന്നെങ്കിൽ നമ്മുടെയും ജീവിതം കുറേ കൂടെ മനോഹരവും കുറേ കൂടെ തെളിമയുള്ളതുമായി തീരുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ അവിടുത്തോട് ചേർന്നിരിക്കാൻ ഒരല്പം വിശ്വാസത്തിൻ്റെ കൃപയ്ക്കും ആഴമായ പ്രാർത്ഥനയുടെ അനുഭവത്തിനും വേണ്ടി ആഗ്രഹിക്കാം. ജോർജ് മുള്ളറിനെ പോലെ നമ്മുടെയും പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ ഉത്തരം കടന്നു വരും. ആകയാൽ നമുക്ക് ഒരല്പം കൂടെ പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ദിവസം ചെലവിടാം. താങ്ക് യു.